ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെയും കൊണ്ട് തറവാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. മാമച്ചിയും മക്കളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അവരെ കാണാനായിട്ട് ഞാൻ തറവാട്ടിലേക്ക് ഇറങ്ങി വന്നതാണ്. അവിടെ വന്നപ്പോഴാണ് സൈറാമോളും ഇച്ചപ്പനും ഒക്കെ വരുന്നുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചത്. അങ്ങനെ അവരെ കൂട്ടാനായിട്ട് ഞാൻ നേഹാമോളും കൂടെ വന്നതാണ്. സ്നേഹമോളെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ഇച്ചപ്പൻ ഇങ്ങനെ കളിച്ച് അവർ 3 പേരും കൂടി ഇങ്ങനെ കുറച്ച് നേരം കളിച്ചിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഇവരെയും കൂടെ കൂട്ടി തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ല. അത് എറണാകുളംകാർ മാത്രമാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും എത്തണമെങ്കിൽ അടിമാലി, രാജാക്കാട്, കോതമംഗലം അങ്ങനെ എല്ലാ മക്കളും കൂടെ ചേരുമ്പോഴാണ് കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു പൂർണ്ണത വരുന്നത്. എന്താണേലും ഞങ്ങൾ ഇച്ചപ്പനെ പറ്റിക്കാനായിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് ടാറ്റ ആക്കുന്നത് ഞങ്ങളെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ, കരഞ്ഞൊന്നുമില്ല. എന്താണേലും ഞങ്ങൾ ഇച്ചപ്പനെയും കൊണ്ടാണ് കേട്ടോ പോയത്, പറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും തന്നെ ഇവിടെ മൈലാഞ്ചി ഇടലും കാര്യങ്ങളും ബഹളങ്ങളും ഒക്കെയാണ് കേട്ടോ. കുക്കും ഹന്നാമോളും മുത്തും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നൊരു സംഭവമാണെന്ന് പറയാം മൈലാഞ്ചി. അവർക്ക് ആരുടെ കൈ കിട്ടിയാലും അവർ പിടിച്ച് മൈലാഞ്ചി ഇട്ട് കളയും. കുക്കുവിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ സൈറാമോൾ ഇതാണ്ട് മൈലാഞ്ചി ഇടലിൻ്റെ നമ്പർ 1 ആണെന്ന് അറിയാം. പല വീഡിയോകളിലും സൈറാമോൾ മൈലാഞ്ചി ഇടുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ മാമച്ചിയും മക്കളും തണ്ട അടിപൊളിയായിട്ട് ഇവിടെ ചെസ്സ് കളിക്കുകയാണ് കേട്ടോ. മാമച്ചിയും മോനും കൂടെയാണ് ഏറ്റുമുട്ടുന്നത്. റിസ്വാന് സ്കൂളുകളിലൊക്കെ പ്രാക്ടീസിലാണ് കേട്ടോ ചെസ്സ് കളിക്കാനായിട്ട്. അപ്പം ഇന്ന് ഉപ്പാണ് കമ്പനിക്ക് ഇരുന്നേക്കുന്നത്. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്നുള്ളത്. അതാണ് വന്നത്. സൈറാമോളും നെഹാമോളും ഒക്കെ ഓരോ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ നേരെ അത്താത്തായെ കാണാനായിട്ട് റൂമിലേക്ക് ചെന്നു. അത്താത്ത ഭയങ്കരമായിട്ട് കാര്യം പറയുകയാണ് കേട്ടോ. ഇടയ്ക്ക് മുങ്ങുന്നതാണെന്ന് അത്താത്ത പറയുന്നുണ്ട്. ഇപ്പം തീരെ സമയമില്ല കേട്ടോ. നേരത്തേക്ക് അത്താത്തയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ ചെന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഏലത്തിൻ്റെ പണിയും വീട് വൃത്തിയാക്കും പെയിൻറ്റിങ്ങും എല്ലാം കൂടെ ആയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരാതിയും പരിഭവമൊക്കെ ഞാൻ കേട്ടു. തിരിച്ച് ഞാൻ ചെസ്സ് കളിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി പോരാട്ടത്തിലായിരുന്നു ഉപ്പായും മോനും. അങ്ങനെ താണ്ട് ഇവിടെ ഉപ്പായെ പറ്റിച്ച് മോൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ച് വന്നപ്പോൾ താണ്ട് ഇവിടെ മൈലാഞ്ചിയിലൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. അതാണ് ഇത്രയും നല്ല രീതിയിലാണ് ഹന്നാമോള് മൈലാഞ്ചി ഇട്ട് കൊടുത്തിരിക്കുന്നത് മാമിക്ക്. എല്ലാം കഴിഞ്ഞ് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എന്തെന്ന് നോക്കാൻ വെളിയിലോട്ട് വന്നതാണ് കേട്ടോ. അത്താത്ത തണൽമരമായി ഇതാണ്ട് ഒരു ബദാം കൊണ്ട് നട്ടുവെച്ചതാണ്. അതുകൊണ്ട് ഇപ്പം നല്ല ഉപയോഗങ്ങളാണ് കേട്ടോ. തണലും ഉണ്ട്. അത്യാവശ്യം ബദാങ്ക പൊട്ടിച്ച് പിള്ളേർ കഴിക്കുകയും ചെയ്തോളും. പിള്ളേരെന്നല്ല എല്ലാവരും കൈ കിട്ടുന്ന എല്ലാവരും തന്നെ ബദാങ്ക പൊട്ടിച്ചെടുക്കും. ഞാനും സമയം പോലെ തന്നെ കിട്ടുന്ന ബദാങ്ക പൊട്ടിച്ചെടുത്ത് തിന്നും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബദാം മേടിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് അടിപൊളി ടേസ്റ്റാണ്. വലിപ്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ തന്നെ പിള്ളേരെ പറ്റിച്ച് ഞാനൊരു ബദാങ്കായൊക്കെ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പൊട്ടിച്ച് തിന്നോളാൻ പറയും കേട്ടോ. ക്യാമറയും കൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പൊട്ടിച്ച് തന്നത്. അല്ലേ പറയും അക്കച്ചങ്ങ് പൊട്ടിച്ച് തിന്നാൽ മതിയെന്ന്. കണ്ടോ ഇത്രത്തോളം ഉണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ബദാം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതാണെന്ന് മാത്രം. ഇത് ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ആ ബദാമിൻ്റെ ടേസ്റ്റ് അല്ല ഈ ബദാം. ഹന്നാമോൾക്ക് ബദാം പൊട്ടിക്കാൻ അറിയില്ല കേട്ടോ. അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞ് ഹന്നാമോൾ. അങ്ങനെ എടുക്കുമ്പോഴത്തേന് അതിനൊരു പുളിപ്പുണ്ട്, ഒരു ടേസ്റ്റ് ഇല്ല കണ്ടോ. എല്ലാവരും തന്നെ ചുറ്റിനുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെല്ലാം ഈ ബദാം പൊട്ടിക്കുന്നിടത്ത് ചുറ്റിന് വന്ന് നിൽക്കുന്നതാണ്. ഇവരും ഒരു ബദാം പൊട്ടിക്കുന്നുണ്ട് കൈ നീട്ടി വരും. ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ സമയം കൊണ്ട് ബദാമൊക്കെ പൊട്ടിക്കാനായിട്ട് ബഹളം വെച്ച് അവർക്കുള്ളത് അവർ കൈക്കലാക്കും കേട്ടോ. നല്ല രസമല്ലേ എല്ലാവരും കൂടെ കൂടുമ്പോൾ കളിക്കാനും ബഹളത്തിനും. അപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും എത്തിയിട്ടില്ല, കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാവരും കൂടെ കൂടുന്നതാണ് ഏറ്റവും സൂപ്പർ കേട്ടോ. നിങ്ങളെ ഞാൻ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഹായ് ഹായ് ചപ്പ ഹായ് ഹായ് കൊടുത്തേ. ഹായ് പറ. പോകാം പാട് അവിടെ പാടിക്കാനേ നമ്മളെ.
വിദ്യാരംഭ ഹരിസ്ത്രീ തോക്കിൻ കാണ്ടി വലി ശീലം കണ്ട് മാറാത്ത യാതി അണ്ണൻ മിഷ വെച്ചൊരാട്ടപ്പൂലി ഇളയാമെന്നോർക്കും നിന്നോർക്കും പണ്ടേ അബദ്ധ കട്ടച്ചൊര കണ്ടു സടിച്ച സോഡ സർബത്ത് അങ്ങനെ ദാണ്ട ആ സന്തോഷത്തിൻ്റെ ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് നാളെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരുന്നു. നാളെ മക്കൾക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞിരുന്നു. വരുമ്പോൾ എന്നോട് കേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വിട്ടിരുന്നത്. ദാണ്ട അപ്പം ഞാൻ പിറ്റേ ദിവസം മക്കളെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ അവരാവശ്യപ്പെട്ടതുപോലെ ദാണ്ട മക്കൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പം പിള്ളേർ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കും. തിരക്കില്ലാത്ത സമയമാണെങ്കിൽ, കേക്കിന് നല്ല ഓർഡറൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ, അത്യാവശ്യം തിരക്കാണെങ്കിൽ നടക്കത്തില്ല കേട്ടോ. മക്കളുടെ കേക്കും കസ്റ്റമറുടെ കേക്കും എല്ലാം കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഓർഡറൊക്കെ കുറവുള്ള ഒരു ടൈമായിരുന്നു. അങ്ങനെ അകത്ത് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ കളി നടക്കുകയാണ് കേട്ടോ. ഇച്ചപ്പനും ഫത്തവും കൂടാണ്. ഇച്ചപ്പന് ഫത്തവിനെ കണ്ടു കഴിഞ്ഞാൽ ജീവനാണ്. അവൻ്റെ അപ്പു അപ്പു എന്ന് വിളിച്ച് പുറകെ നടക്കും. എന്താണെങ്കിലും അവനോട്ടൊരു അടി കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പുറകെ നടക്കുന്നത്. അത് വന്നപ്പോൾ എല്ലാവരും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് എല്ലാവരും എത്തിയ ശേഷം ഇവിടെ കേക്ക് മുറിയും ബഹളമൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പം കേക്ക് മുറിക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിൻ്റെ കത്തി കൊണ്ടുവരാനായിട്ട് വിട്ടുപോയി. സാധാരണ കസ്റ്റമറിന് കൊടുക്കുന്ന കേക്കിന് ആദ്യം ബോക്സ് സെറ്റ് ചെയ്യുന്നതേ കത്തി വെക്കുന്നതാണ് കേട്ടോ. എന്താണെങ്കിലും ഞാനത് മറന്നുപോയി മക്കൾക്ക് എടുത്ത കേക്കിന് കത്തി വെക്കാനായിട്ട്. അവർക്ക് കത്തിയൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മുടെ കറിക്കത്തി കൊണ്ട് തന്നെ അവർ അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് കേക്ക് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് പിസ്തായുടെ ഫ്ലേവറാണ് കേട്ടോ. പിസ്തായുടെ ഫ്ലേവറിൻ്റെ മുകളിലായി ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ പൊടി കൊണ്ട് അലങ്കരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഫോക്കസ് ചെയ്യാനൊക്കെ വിട്ടുപോയി. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ റോസപ്പൂവൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ റോസപ്പൂവിന് അടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എനിക്ക് റോസപ്പൂ വേണം, എനിക്ക് റോസപ്പൂ വേണം. അപ്പോൾ ആർക്കും ഒരു പരാതി വരാതിരിക്കാനായിട്ട് പിന്നെ റോസപ്പൂ സെറ്റ് ചെയ്തെടുത്തായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ സന്ധ്യ സമയത്ത് യാസീനോദലും ബഹളമൊക്കെയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ദാണ്ട നേഹാമോളുടെ ഡാൻസ് ഉണ്ട് ഇവിടെ. നല്ല രസമാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസവും എല്ലാവരും ഒത്തുകൂടിയപ്പോഴും അടിപൊളി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചിടുന്നത്. അങ്ങനെ പാട്ടും ബഹളവും ഡാൻസും എല്ലാം കഴിഞ്ഞപ്പോൾ ദാണ്ട ഫുഡ് കഴിക്കാനായിട്ടിരുന്നതാണ് കേട്ടോ. രാത്രിയിലത്തെ അത്താഴത്തിനായിട്ട് ദാണ്ട ഇവിടെ മന്തി വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി അൽഫാം മന്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറി വീണിരിക്കുന്ന കുട്ടിപ്പട്ടാളങ്ങൾക്കാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും ആദ്യം മക്കളെ ഇരുത്തി കഴിപ്പിച്ച ശേഷമേ ബാക്കിയുള്ളവരിയ്ക്കുള്ളൂ. അതാകുമ്പോൾ സമാധാനമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. ഇത് കുറേ നേരം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അവർ മുഴുവനും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ട്രിപ്പ് ഇരുന്നേക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. ഇവർ അടിപൊളിയാണെന്ന് പറഞ്ഞത് സത്യമാണെന്ന് പറയും. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ ക്യാമറ താഴെ വെച്ചേക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ആ ടെസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സത്യമായിരുന്നു, അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഫുഡ്. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മാമച്ചിമാരും വാപ്പച്ചിയും ഒക്കെയാണ് കേട്ടോ. ഈ കൂടെ അത്തത്തായും ഉണ്ട്. അത്തത്ത വരാനായിട്ട് താമസിച്ചെന്ന് മാത്രം. അവരെല്ലാം കഴിച്ച് കഴിഞ്ഞ് അടുത്ത ട്രിപ്പിലാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അങ്ങനെ മൊത്തം 3 ട്രിപ്പായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളായിരുന്നു. അത്തത്ത താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രിപ്പിലും അത്തത്തയെ ഉൾപ്പെടുത്താൻ പറ്റി. എന്താണെങ്കിലും അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ അടിപൊളി ദിവസവുമായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.